അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നിങ്ങൾ എന്ത് ഇന്ത്യ ബ്ലോക്കാണ്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് CPI സ്ഥാനാർത്ഥിക്കെതിരെ. നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമല്ല എന്ന്. CPI അങ്ങനെ പറഞ്ഞിട്ടില്ല. CPI ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷി തന്നെയാണ്. അങ്ങനെ ഒരു ഘടകകക്ഷി മറ്റൊരു ഘടകകക്ഷിക്കെതിരെ മത്സരിക്കുന്നതിനെയാണോ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്? അതിൽ ബഹുമാനപ്പെട്ട നികേഷ് കുമാർ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. 2004 അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ജനങ്ങൾ ശരിവെച്ചൊരു അനുഭവമാണല്ലോ അത്. ഞാൻ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞതിനും പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് 400 സീറ്റ്. ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ. അതിന് കാരണം എന്താണ്? കേരളത്തിൽ വന്ന് 2 അക്കം കിട്ടുമെന്നാണ് മോദി പറഞ്ഞത്. അപ്പോൾ കേരളത്തിന് 2 അക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 ആണോ അതോ 10 മേളിലാണോ? കേരളത്തിൽ 10 മേലിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് കൂട്ടി 400 എണ്ണിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ശിഷ്യനെ കുറിച്ച് ഓർത്ത് പൊട്ടിച്ചിരിക്കാനല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വെളിവില്ലാതെ ആരെങ്കിലും പറയുമോ മോദിയെ പോലെ? കേരളത്തിൽ 2 അക്കം, ഇന്ത്യയിൽ 400. പേടിയാണ് മോദിക്ക്. ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം വന്നിരിക്കുന്നു. CPM-ൻ്റെ കണ്ണൂർ സമ്മേളനം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സംസ്ഥാന തലത്തിലാണ് ഇത്തവണ സഖ്യം. ഓരോ സംസ്ഥാനത്തും അവിടെ BJP-യെ നേരിടാൻ പറ്റുന്ന മുന്നണി BJP-യെ നേരിടണം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? 2004 മാതൃകയാണ്. ഇവിടെ BJP അങ്ങനെ ജനങ്ങളങ്ങനെ BJP-യുടെ മുന്നിൽ നിൽക്കുകയാണോ? അങ്ങനെ ചരിത്രമൊന്നുമില്ല കേട്ടോ. അല്ല, അഡ്വക്കേറ്റ് 2004 ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി ഉണ്ടായിരുന്നില്ല. ശരിയാണ്, CPM-ൻ്റെ 64 അംഗങ്ങൾ കോൺഗ്രസിനെതിരെ തന്നെയാണ് മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലേക്ക് പോയിരുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചു. അത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ നിങ്ങളൊരു ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞിരുന്നത് ആസ് ഫാർ ആസ് പോസിബിൾ എന്നാണ്. അതായത് എവിടെയൊക്കെ സാധ്യമാണോ അവിടെയൊക്കെ ഞങ്ങൾ മുന്നണിയായി മത്സരിക്കുമെന്നാണ്. ശരിയാണ്, കേരളത്തിലെ മുന്നണിയായി മത്സരിക്കാനുള്ള സാധ്യതയില്ല. പഞ്ചാബിലും മുന്നണിയായി മത്സരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചു. അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. പക്ഷേ അവിടെയാണ് ഇങ്ങനെ ആസ് ഫാർ ആസ് പോസിബിൾ എന്ന് പറയുന്ന നിലയിൽ ഇവിടെ സഖ്യമുണ്ടാക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായി വന്ന് CPI-ക്കെതിരെ മത്സരിക്കുന്നത് അത് ന്യായമാണോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല? തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് ഉറക്കെ പറയാൻ കഴിയുന്നില്ല. 5 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് അങ്ങ് ഓർക്കണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തെയാണ് ചെറുക്കേണ്ടത് എന്ന് നിങ്ങളൊരു സന്ദേശം കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇന്ന് CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MA ബേബി ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇന്ത്യ രാജ്യത്തെ രാഹുൽ ഗാന്ധിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധം വയനാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു. ആരാണ് ഫാസിസ്റ്റ്? ആനി രാജ. സഖാവ് MA ബേബി പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ രാഹുൽ ഗാന്ധി ചെയ്തത്, കോൺഗ്രസ്സുകാർ ചെയ്തത്? കേരളത്തെ സംബന്ധിച്ച് മതനിരപേക്ഷതയുടെ ഒരു കരുത്തുള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസ്സുകാർ ഈ കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ വയനാട്ടിലെ ജനങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വളരെ ഗൗരവത്തോടെയാണ്. ഇടയ്ക്ക് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത അവസാനിച്ചോ? ഗുജറാത്തിലെ ഏതോ ഒരു ജില്ലാ കോടതി കേൾക്കുന്ന അപ്പീൽ തള്ളിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? വയനാട്ടിലെ ജനവിധി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണെങ്കിൽ അവിടെ ഈ ജനവിധി നിലനിൽക്കാൻ പോകുന്നില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഗുജറാത്തിലെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു? അതുകൊണ്ട് ആ കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല ലോകസഭയിലേക്ക് ഇപ്പം മത്സരിക്കരുതായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള സംവിധാനം അന്നേരമാണ്. മൻമോഹൻ സിംഗ് ഒരു സഭയിലും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നീടല്ലേ രാജ്യസഭയിൽ വന്നത്. 10 കൊല്ലം പ്രധാനമന്ത്രിയായില്ലേ? ഇപ്പോഴത്തെ പ്രശ്നം BJP-യെ തോൽപ്പിക്കലാണ്. BJP തോൽപ്പിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന് ഏറ്റവും ആശ്രയിക്കാവുന്ന ഇടതുപക്ഷത്തെയാണ്. കളങ്കമില്ലാതെ ഈ ആശയത്തോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടർ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ കോൺഗ്രസ്സുകാരോട് മത്സരിച്ചോട്ടെ. ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർ സുധാകരനെ പോലുള്ള ആളുകൾ മത്സരിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. കാരണം ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ സുധാകരനെ നേരെയാക്കാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റത്തില്ലല്ലോ. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കാൻ വന്നിട്ട് നേരെ തട്ടേ കയറിന്നിട്ട് കേജ്രിവാളിൻ്റെ കൂടെ നിൽക്കുക. ഈ കേജ്രിവാളിനെതിരെ 2 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഞാൻ അങ്ങോട്ട് കേൾപ്പിക്കാം.
ഡൽഹിയിലെ കോൺഗ്രസിന്റെ കമ്മിറ്റി കെജ്രിവാളിനെ എന്താ ജയിലിലടയ്ക്കാത്തെന്ന് BJP-യോട് ചോദിച്ച കൂട്ടരാ. അപ്പോൾ ഇരട്ടത്താപ്പ് അവർക്കാണ്, ഇടതുപക്ഷത്തിനല്ല. ഇടതുപക്ഷത്തിന് കൺസിസ്റ്റന്റ് ആണ് നിലപാട്. അവിടെ BJP-യോട് കൃത്യമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള യുദ്ധം ഇന്ന് തുടങ്ങിയതല്ലല്ലോ, ഞങ്ങൾക്ക് യുദ്ധം ഉണ്ടല്ലോ. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ട്, കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വ തർക്കമുണ്ട്. ആ തർക്കം ഉണ്ടെന്ന് പറഞ്ഞാലും ആ തർക്കം നിങ്ങളെ എതിർക്കുന്നതിന് ഏറ്റവും മെച്ചപ്പെട്ട വഴി ഏതാന്നുള്ള തർക്കം. നിങ്ങൾക്ക് സഹായകരമായൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഒരു കാരണവശാലും BJP-ക്ക് സഹായകരമായൊരു തർക്കവും ഞങ്ങൾ വെച്ച് കുറിപ്പിക്കില്ല. അതുകൊണ്ടോ ബംഗാളിൽ ഒരുമിച്ചു, ത്രിപുരയിൽ ഒരുമിച്ചു, കർണാടകത്തിൽ ഒരുമിച്ചില്ല, രാജസ്ഥാനിൽ ഇടതുപക്ഷത്തിന് സീറ്റ് തന്നു, ബീഹാറിലും അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിലും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മുന്നണിയിലാണ് വന്നിരിക്കുന്നത്. സാധ്യമായിടത്ത് ഒരുമിച്ചിട്ടുണ്ട്. അല്ലാത്തടത്ത് സാധ്യമല്ല നാട്ടുകാരോട് പറയും. ശരി, പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയെ മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തമായ Debate with MV Nikesh Kumar.